أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. الله أكبر 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 الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ആദരണീയരായ മുഅ്മിനുകളെ മുഅ്മിനത്തുകളെ, വളരെ ബറക്കത്ത് ഉള്ള ഇന്നത്തെ ദിവസം ശവ്വാൽ 1. നമ്മളാരും തന്നെ, അള്ളാഹുവിൻ്റെ അടിയാറുകളാരും തന്നെ പട്ടിണിക്കാരാകരുത് എന്ന് അള്ളാഹു നിർബന്ധം പിടിച്ച ഈ ദിവസം അവനുമായി നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബന്ധത്തെ, അള്ളാഹുവുമായി നമുക്കുള്ള സ്നേഹത്തെ, അള്ളാഹുവുമായി നമുക്കുള്ള അടുപ്പത്തെ ആഘോഷമാക്കണം എന്നല്ലാഹു തീരുമാനിച്ച ഈ ദിവസം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ ചുറ്റുപാടുകൾ, ദുനിയാവിന്റെ അവസ്ഥകൾ കാഴ്ചക്കാരുടെ മുമ്പിൽ എത്രമേൽ ദുരിതപൂർണമാണെങ്കിലും അതൊന്നും തന്നെ ഈ ദിവസത്തിന് അള്ളാഹു നിർണയിച്ചു തന്ന ആഘോഷത്തിന്റെ, പെരുന്നാളിന്റെ പൊലിമക്ക് ഒരൽപ്പം പോലും കുറവ് വരുത്താൻ മുഅ്മിനിനെ സമ്മതിക്കാത്ത വിധം അവന്റെ ഇസ്സത്തിനെ അടയാളപ്പെടുത്തുന്ന, മുഅ്മിനിന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന
അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ വിജയവും സഹായവും അള്ളാഹുവിന്റെ ഈ ദീനിനെയും ഈ ഹക്കിനെയും മുറുകെ പിടിക്കുന്നവർക്ക് തന്നെയാണെന്ന് സമൂഹത്തെയും ചുറ്റുപാടിലും ഉള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കേണ്ടുന്ന ഈ ദിവസം അള്ളാഹുവിന്റെ മുന്നിൽ ഹയാത്തിലായിരിക്കാൻ അള്ളാഹു നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇന്നേ ദിവസം നാം അനുഭവിക്കുന്നതുമാതിരിയുള്ള ഭൗതിക സാഹചര്യങ്ങളെ ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധം അന്നപാനീയങ്ങളിൽ നിന്നും ശുദ്ധമായ വസ്ത്രങ്ങളിൽ നിന്നും ശുദ്ധമായ ഇടങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ സഹോദരങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് കേവലമായി അവരെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. ഇതുപോലെ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ മുമ്പ് കടന്നു വന്ന ഒരു റമളാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീരുമാനമെടുത്തത്. മസ്ജിദുൽ അഖ്സയെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ മൂന്നാമത്തെ ഹറമായി നിർണയിച്ചുകൊണ്ട് അതുവരെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ അനുധാവനം ചെയ്തിരുന്ന മുഅ്മിനുകളുടെ ഒന്നാം ഖിബ്ലയായിരുന്ന മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ ഇനി മുതൽ ഒന്നാമത്തെ ഖിബ്ലയാകാൻ പോകുന്ന മസ്ജിദുൽ ഹറാമിന്റെ കഅബയുടെ ഭാഗത്തേക്ക് തിരിയണമെന്ന ഒരു തീരുമാനം ഹിജ്റ 2-ാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാകുന്ന റമളാനിന്റെ മുന്നോടിയായി, റമളാനിന് മുൻപായി അള്ളാഹു എടുത്ത തീരുമാനമാണ്. അന്ന് മുതൽ മുസ്ലിം പൈതൃകത്തിന്റെ മൂന്നാമത്തെ പരിശുദ്ധ ഗേഹമാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്തിനെ പരിപാലിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള ഈ ദർശനത്തിന്റെ ജീവിത വീക്ഷണത്തിന്റെ മഹിമയെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം, അതിനൊരു വിശദീകരണവുമില്ലാത്ത വിധം നമ്മുടെ കാഴ്ചകളിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ തങ്ങൾക്കുള്ളതെല്ലാം. സ്വന്തം മാതാപിതാക്കൾ രക്തസാക്ഷികളായി വീണതിനെ ആ പിഞ്ചോമനകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി, ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി, ഖുദ്സിന് വേണ്ടി ഞാൻ എന്റെ ഉപ്പയെ നൽകി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഇസ്ലാമിന്റെ പോരാളികളെ ഓർത്തുകൊണ്ടാണ് നാം ഈ ആഘോഷത്തിലേക്ക് കടക്കുന്നത്. അവിടെ നമ്മിൽ നിന്ന് വരുന്നത് സങ്കട കണ്ണീരുകളല്ല, പരിതാപത്തിന്റെയും പരാജയത്തിന്റെയും അധമത്വത്തിന്റെയും പേരിൽ കണ്ണുനീരൊഴുകുകയല്ല. നമുക്ക് അഭിമാനത്തിന്റെയും ആത്മപ്രചോദനത്തിന്റെയും റബ്ബൊരുക്കി വെച്ചിട്ടുള്ള അതിവിശിഷ്ടമായ ഗേഹത്തെ സംബന്ധിച്ച് അതർഹമാകുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സുന്ദരമായ ഭാവിയെ ഓർത്തുകൊണ്ടുള്ള നമ്മുടെ സന്തോഷത്തിന്റെ കണ്ണുനീരുകളാണ്.
അത് ശുക്രിന്റേതാണ്, അത് നന്ദിയുടേതാണ്, അതൊരിക്കലും കുഫറിന്റേതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്തസാക്ഷിത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാം ഉൾപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനെ അല്ലാഹു നമുക്ക് തിരിച്ചു നൽകുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിൽ അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ മധുരമറിയുക അഥവാ തഖ്വയുണ്ടാവുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തെ മാത്രം മുൻനിർത്തി നോമ്പിലും അനുബന്ധമായ ഇബാദത്തുകളിലും സവിശേഷമായ ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ആഘോഷത്തിന് വന്നു ചേർന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ അള്ളാഹുവിന് നമ്മുടെ അവസ്ഥകളെ അറിയുന്നത് കൊണ്ടും നമ്മളോടുള്ള സ്നേഹബന്ധത്തിന്റെ രസങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ ഒരു മാസം മുഴുവനും അള്ളാഹു നമ്മളെ അമ്പരപ്പിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ സഹോദരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അതെന്റെ പേരിൽ ഒരു നന്മയായി രേഖപ്പെടുത്തുന്ന അള്ളാഹു അതേ പുഞ്ചിരി നിന്റെ മുഖത്ത് റമദാനിൽ വന്നാൽ ഞാൻ അതിനൊരു പക്ഷേ 70,000 പുഞ്ചിരിയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകളുടെ സകലമാന നിയമങ്ങളുടെ മുന്നിലും നമ്മളെ ഭ്രമിപ്പിച്ചു നിർത്തി കണക്ക് കൂട്ടാൻ പോലും കഴിയാത്ത വിധം പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ അമ്പരപ്പിക്കുകയായിരുന്നു. നമ്മളും കുറച്ചൊക്കെ അതിൽ വീണു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആ കളിപ്പിക്കലിൽ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളും തുടങ്ങി. നമ്മുടെ നമസ്കാരത്തിലെ സൂക്ഷ്മത അതല്ലാത്ത മാസങ്ങളിലുള്ളതിനേക്കാൾ കുറച്ച് വർദ്ധിച്ചു. ആളുകളുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ചില ഒതുക്കങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. എല്ലാം അള്ളാഹു കൂടെ നിന്ന് കളിച്ച ഈ കളിയിൽ നാം ഒപ്പം ചേർന്നതാണ്. കളിയുടെ അവസാനം അവൻ വിജയിച്ചത് കൊണ്ടാണോ അതല്ല നമുക്ക് വേണ്ടി പരാജയപ്പെട്ടിട്ടാണോ എന്നറിയില്ല. നമ്മളോട് പറഞ്ഞു അസ്സൗമുലി, വല്ലാത്തൊരു അതിശയം തന്നെ, ഈ നോമ്പ് എനിക്കുള്ളത് തന്നെ. ഞാൻ തന്നെയാണ് ഇനി അതിന്റെ പ്രതിഫലം. അതിനപ്പുറം നിങ്ങളുമായി എങ്ങനെ കളിക്കാനാണ്? റയ്യാൻ എന്ന കവാടം ഒരുക്കി വെച്ച് സ്വർഗത്തിന്റെ സകല വാതിലുകളെയും ഈ ഒരു മാസത്തിന് വേണ്ടി തുറന്നു വെച്ച് ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ അത് ഫർളായി കണക്കാക്കുമെന്ന് പറഞ്ഞ് ഒരു ഫർളിന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇരട്ടിയായി അത് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള മാസക്കണക്കിന് നന്മകളുടെ ഫലം ചെയ്യുന്ന ഒരു രാവ്, ഒരു ദിവസം അതിലുണ്ടെന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് അവസാനം അവർ പറഞ്ഞുപോയി അന അജ്സി ബിഹി. ഇതൊന്നുമല്ല കഥ, ഇതിലൊന്നും നിങ്ങൾ കണ്ണുറക്കണ്ട. അന അജ്സി ബിഹി, ഞാൻ തന്നെയാണ് നിങ്ങളുടെ പ്രതിഫലം, എന്നെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് നമുക്കുള്ളത്? ഇനി ആരാണ് ഈ ഓഫർ തരാനുള്ളത്? ഇനി ഓഫറിൽ മനം മയങ്ങുന്നവർ ആണ് നമ്മൾ എങ്കിൽ അടുത്ത റമദാൻ വരെ കാത്തിരിക്കണ്ടേ? അതിനെന്തുറപ്പുള്ളത്? കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പമുള്ള പലരും നമ്മുടെ കൂടെ ഇല്ല. ഓഫറുകളോടെങ്കിലും നമ്മൾ കാണിച്ച ആ താല്പര്യം സത്യസന്ധമാണ് എന്നൊന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. വലിയ വലിയ കാര്യങ്ങളെക്കാൾ വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വർഷത്തെ ഈദുൽ ഫിത്തറിന്റെ പാഠമായി
പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങേയറ്റം കഷ്ടപ്പെടുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിന് വേണ്ടി. നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ അറിവില്ലായ്മ മുഖേന പലപ്പോഴും അന്ധമില്ലായ്മകളായി മാറുന്നുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അള്ളാഹു അവന്റെ പ്രവാചകനോ അറിയിച്ചു തന്നിട്ടില്ലാത്ത പല ജാതി പേക്കൂത്തുകളിലും നമ്മളൊക്കെ ചെന്ന് പെടുന്നുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം കൂടി നമ്മുടെ കൈപിടിച്ച് തഖ്വയുടെ രസത്തെ അനുഭവിപ്പിക്കാൻ തീരുമാനിക്കുന്നതിനിടയിൽ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഇന്നല്ലാഹ യുരീദു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വളരെ എളുപ്പമുള്ള വഴികളിലൂടെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു ചോദ്യം ഉന്നയിക്കുകയാണ്, ആത്മാർത്ഥമായി ഉത്തരം പറയണം. മരിക്കുന്നതിന് മുമ്പ് ശരിക്കും കേൾക്കണം. ഖുതുബ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പറയല് മാത്രമല്ല, അവിടുന്ന് ചിലതൊക്കെ പറയണം. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഒരു വീട് വേണം എന്ന് നിർബന്ധം പിടിക്കാനും നിയ്യത്ത് വെക്കാനും തയ്യാറുള്ള ആളുകൾ ഒന്ന് കൈപൊക്കുക. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഒരു വീട് വേണം എന്ന് ഉറപ്പിക്കാനും നിയ്യത്ത് വെക്കാനും അതിനെന്ത് വഴി പറഞ്ഞു തന്നാലും ഞാൻ അതിപ്പോൾ സ്വീകരിക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാകാൻ കൊതിച്ചിരിക്കുന്ന ആളുകൾ ഒന്നുകൂടി കൈപൊക്കുക. എനിക്കങ്ങനെ സ്വർഗത്തില് വീട് വേണ്ട എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് പല ജാതി ജീവിത സാഹചര്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിച്ഛേദമാണ് 1,24,000-ൽ പരം പ്രവാചകന്മാർ. അവിടെ നമ്മൾ രാജാധികാരത്തിന്റെ ഏറ്റവും ഉത്തമാവസ്ഥയിലെത്തിയ സുലൈമാൻ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ തലയറുത്ത് ഒരു താലത്തിൽ വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട പ്രവാചകൻ ഒരു നബിയുടെ ശിരസ്സറുത്ത് തലയറുത്ത് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട പ്രവാചകൻ സംഭവിച്ചിട്ടുണ്ട്. രോഗം കൊണ്ട് സമൂഹം കണ്ടാൽ അറക്കുന്ന രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും സകലമാന സമ്പാദ്യങ്ങളും കുടുംബവും ആ ഒരു രോഗത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച നബിയെ നമ്മൾ കാണുന്നുണ്ട്. 1,01,400,000 പ്രവാചകന്മാർ ഇന്ന് അനുഭവിക്കുന്ന മനുഷ്യ സാഹചര്യങ്ങളുടെ പരിച്ഛേദമാണ്. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനൊരു മാതൃക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രവാചകനിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഏതോ ഒരു തരത്തിലുള്ള ദുനിയാവിന്റെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് വേണം. ഗസയിലെ മക്കളും അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് രക്തം നൽകേണ്ടി വരുന്നു. ഇപ്പോൾ അവരുടെ സാഹചര്യം അതാണ്. അവരോട് അല്ലാഹു ഇപ്പോൾ അതിനാവശ്യപ്പെടുന്നത് രക്തമാണ്.
അവരുടെ ഉമ്മയെയാണ്, അവരുടെ ഉപ്പയെയാണ്, അവരുടെ പിഞ്ചു മക്കളെയാണ്, അവരുടെ ഇണയെയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഉത്തരേന്ത്യയിൽ ഒരു കിലോ ബീഫ് വാങ്ങാൻ അനുവാദമല്ല എന്നറിയാഞ്ഞിട്ടുമല്ല ഞാൻ പറയുന്നത്. നമ്മളൊന്നും ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടില്ല. വളരെ സൗകര്യപ്രദമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സൗകര്യത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ ഒരു വീട് വെക്കാനുള്ള ഒരു അമലിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. قال رسول الله صلى الله عليه وسلم ما من عبد مسلم يصلي لله كل يوم 12 ركعة تطوعا غير فريضة إلا بنى الله له بيتا في الجنة. ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ദിവസത്തിൽ നിർബന്ധമാക്കപ്പെട്ടതല്ലാത്ത 12 റക്അത്ത് നമസ്കാരം സ്വന്തം മനസ്സിന്റെ തൃപ്തിയിൽ നിന്നും സ്വന്തം മനസ്സിന്റെ ഇച്ഛയിൽ നിന്നും പ്രചോദിതമായി നിർവഹിച്ചാൽ തീർച്ചയായും അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് വെക്കുന്നതാണ്. എന്താണ് അല്ലാഹു ആവശ്യപ്പെട്ടത്? നിർബന്ധ നമസ്കാരങ്ങളല്ലാത്ത 12 റക്അത്ത് നമസ്കാരം ഒരു മുസ്ലിം സ്വന്തം ഇച്ഛയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ബാഹ്യ പ്രേരണകളുമില്ലാതെ എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും മുടക്കം വരുത്താതെ, ആയിഷ റളിയല്ലാഹു അൻഹ ആ 12 റക്അത്തുകളെ വിശദീകരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മൻ സാബറ അലാ 12 റക്അത്തൻ. മൻ സാബറ, അതാ പറഞ്ഞത്, എന്ത് പ്രതിസന്ധി വന്നാലും ഇത് വിടൂല എന്ന വിധത്തിൽ. അർബഅ റക്അത്തിൻ ഖബ്ല അൽ-ളുഹർ, ളുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത്. വറക്അത്തൈനി ബഅദഹ, ളുഹർ നമസ്കാരത്തിനു ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരത്തിനു ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ ഇശാ, ഇശാ നമസ്കാരത്തിനു ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് 2 റക്അത്ത്. ഇതിനെ വിടാതെ പിടിച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ അജ്ജൽ എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. ഇന്ന് അസുറിന് നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരിക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ നിയ്യത്തിൽ ആയ ഒരാൾക്ക് ആകെ എത്ര റക്അത്ത് നമസ്കരിക്കേണ്ടിയുള്ളൂ? ഇന്ന് അസുറിന് മരിക്കുന്നു വിചാരിക്കുക. ഇപ്പം അള്ളാഹുവിന്റെ ഈ ഓഫറിൽ വിശ്വാസവും യഖീനും എടുത്തുകൊണ്ട് ഈ നിയ്യത്തിലായാൽ അവനാകെ 6 റക്അത്ത് നിസ്കരിക്കേണ്ടേ ഉള്ളൂ. ഇന്ന് ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്. അസറിന് മരിക്കുകയാണ്, അസറിന് ഇതില്ല. 6 റക്അത്ത് കൊണ്ട് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യശാലിയാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി അതല്ല, നമ്മുടെ അജല് നീളുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഫർള് നമസ്കാരത്തിനപ്പുറം ഈ 12 റക്അത്തുകൾ, അതിലെന്തും ഏത് സൂറത്തുകളും പാരായണം ചെയ്യാം. സവിശേഷമായി മഗ്രിബിന് ശേഷവും സുബഹിക്ക് മുമ്പുമുള്ള 2 റക്അത്തുകളിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു. ഈ ഖുതുബ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ സഹോദരങ്ങളും ഈ നിയ്യത്തിലാവുക. ഇത് നമ്മുടെ ഈമാനിനെ കൃത്യമായി ബലപ്പെടുത്താനുള്ള അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ച മറ്റൊരു കാര്യം, നാം മരണപ്പെട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകുന്ന സന്ദർഭത്തിലെ ഒരു രംഗമാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഒരടിമ നാളെ അവന്റെ വിചാരണ ആരംഭിക്കുന്നത് അവന്റെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നമസ്കാരം അഥവാ നിർബന്ധ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫഇൻ സ്വലഹത്, ആ വിചാരണയിൽ അല്ലാഹുവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവന്റെ വിജയം ഉറപ്പായി. വഇൻ ഫസദത്, ആ വിചാരണയിൽ അല്ലാഹുവുമായുള്ള ബന്ധം കുഴപ്പത്തിലായാൽ ഫഖദ് ഖാബ വ ഖസറ, അവന് പരാജയമാണ്, നഷ്ടമാണ്. ഫഇൻ ഇൻതഖസ മിൻ ഫരീളതിഹി ശൈഉൻ, ആ വിചാരണയിൽ ഈ ഫർദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഖാല റബ്ബ് അസ്സ വജൽ, റബ്ബ് പറയും, ഉൻദുറു, മലക്കുകളെ നിങ്ങളൊന്ന് നോക്കി, ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ, ഇത് ഞാൻ അങ്ങോട്ട് നിർബന്ധാക്കി കൊടുത്തതിന്റെ വിചാരണയാണല്ലോ, ഇനി ഞാൻ നിർബന്ധമാക്കാതെ അവൻ ചെയ്ത വല്ലതുണ്ടോ എന്ന് നോക്കും. അഥവാ ഈ റവാത്തിബിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ നമസ്കാരവുമായി അനുബന്ധമായി നിർണയിച്ചു തന്ന ഈ റവാത്തിബ് പക്ഷേ അള്ളാഹുവിന് നിർബന്ധമില്ല നാം അനുഷ്ഠിക്കണമെന്ന്. അത് നമ്മുടെ നിർബന്ധത്തിന് നാം അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിച്ചാൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. ഫയുക്മിൽ ബിഹാ മൻ തഖസ മിനൽ ഫരീള, ഞാൻ നിർബന്ധമാക്കി കൊടുത്തതിൽ സംഭവിച്ച വീഴ്ചകളെ അവന്റെ നിർബന്ധത്തിൽ അനുഷ്ഠിച്ച ഈ കർമ്മങ്ങൾ മുഖേന നിങ്ങൾ അങ്ങോട്ട് ഫില്ല് ചെയ്തേക്ക്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, സുമ്മ സാഹിറു അമലിഹി അലാ ദാലിക്, പിന്നെ എല്ലാ കാര്യവും ഇതേപോലെയാണ്. എന്താ എല്ലാ കാര്യവും ഇതേപോലെയാണെന്ന് പറയുന്നത്? അള്ളാഹ് നിർബന്ധാക്കിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്, അതിന്റെയൊക്കെ വിചാരണകളിൽ വരുന്ന വീഴ്ചകളെ നമ്മൾ നമ്മുടെ നിർബന്ധം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിച്ച കർമ്മങ്ങൾ മുഖേന അള്ളാഹു പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന്. ഈ റവാത്തിബ് നമസ്കാരത്തിൽ നിരതരാകുന്നതിന് വേണ്ടി നാം നിയ്യത്തിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഏതൊരു ദറജയിൽ കാണുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് നാം അറിയണം. അള്ളാഹുവിന്റെ ഒരു അടിമയോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടാവുക എന്നത് അള്ളാഹുവിന് സഹിക്കുന്ന കാര്യമല്ല. അള്ളാഹു തന്നെ നേരിട്ട് പറയുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നു, ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞു, മൻ ആദാലി വലിയൻ, എന്റെ ഒരു ആത്മമിത്രത്തോട്, അള്ളാഹു പറയുന്നത് നോക്കി, അള്ളാഹുവിന്റെ ആത്മമിത്രം, നിങ്ങൾ ഇനിയൊക്കെ കുറിച്ചായി പറയുന്നത് നമുക്കൊക്കെ ആകാൻ കഴിയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. മൻ ആദാലി വലിയൻ, എന്റെ ഒരു ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ, അല്ലെ, നമ്മൾ ഈ റമളാനിൽ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻസുർനാ അലാ അദുവിക വഅലാ അദുവിനാ വഅലാ അദുവി ദീനിക വഅലാ അഅദാഇൽ മുസ്ലിമീൻ, അല്ലേ, അല്ലാഹുവേ എന്നോട് ശത്രുത പുലർത്തുന്ന, നിന്നോട് ശത്രുത പുലർത്തുന്ന, നിന്റെ ദീനിനോട് ശത്രുത പുലർത്തുന്ന, മുസ്ലിം സമൂഹത്തോട് ശത്രുത പുലർത്തുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾക്ക് നീ ഒരു സഹായം നൽകണമേ എന്ന് പറയുന്നില്ലേ? നമ്മളിത് ചോദിക്കൊന്നും വേണ്ട, അള്ളാഹ് റെഡിയായിട്ട് നിൽക്കുക. അവനുമായി ആത്മബന്ധത്തിലായ ആളുകളോട് ശത്രുത വെക്കുന്നവൻ, മൻ ആദാലി വലിയൻ, എന്റെ ആത്മമിത്രത്തോട് ആരെങ്കിലും ഒരാൾ ശത്രുത പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്,
ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അവന്റെ അടുത്ത് എത്ര ബോംബുണ്ട്, അവന്റെ അടുത്ത് എത്ര വിമാനവേദ മിസൈലുണ്ട്, അവന്റെ അടുത്ത് എത്ര റോക്കറ്റ് ഉണ്ട് എന്നതൊന്നും നോക്കിയിട്ടല്ല. അള്ളാഹു തന്നെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കൊതി വന്നില്ലേ? അള്ളാഹുവിന്റെ ആത്മമിത്രമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച്, ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ഒരാശങ്കയും നമുക്ക് വേണ്ടതില്ലാത്ത വിധം ആ കാര്യം അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അള്ളാഹുവുമായി യുദ്ധത്തിലാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളുമായി ശത്രുതയിലാവാം. എന്തേ വേണ്ടതുള്ളൂ? നമ്മള് അള്ളാഹുവിന്റെ വലിയാവണം. അള്ളാഹുവിന്റെ വലിയാകാനുള്ള നിരന്തരമായ പരിശീലനമാണ് ഈ റമദാനിലൂടെ നമ്മൾക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത്. എന്താ വലിയ എന്ന് പറഞ്ഞാൽ? വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ. എപ്പോ നോക്കിയാലും നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ ചില സൗഹൃദങ്ങള്? ഒരു ബന്ധമില്ല, ഒരു രക്തബന്ധമില്ല, ഒന്നുമില്ല. 5 പൈസയുടെ ഉപകാരം അങ്ങട്ടുമില്ല, 5 പൈസയുടെ ഉപകാരം അങ്ങട്ടുമില്ല. എന്നാലും കാണാൻ ഒട്ടിച്ചേർന്ന് അങ്ങനെ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ അസൂയക്ക് കാരണമാകും അവര്, അല്ലെ? ഇവനുള്ളടത്ത് അവനുണ്ടാവും, അവനുള്ളടത്ത് ഇവനുണ്ടാവും. അതെന്നാ വലിയ? ഇത് തന്നെയാണ് വലിയ. ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾ അള്ളാഹുവുമായി ആലോചിച്ച് നോക്കി. ഞാൻ എവിടെ പോയാലും അള്ള എന്റെ കൂടെ, അള്ള എവിടെ പോയാലും ഞാൻ അവന്റെ കൂടെ. ഇങ്ങനെ ആവണം. എങ്ങനെ ഇതിന് പറ്റുക? എന്റെ അടിമക്ക് ഞാനുമായി ഇങ്ങനെ കൂടാൻ സാധ്യമല്ല. ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടും. അഹബ്ബ ഇലയ്യ, എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൊണ്ടും. ഇല്ല മിമ്മ ഇഫ്തറൽതു അലൈഹി, ഞാൻ അവന് നിർബന്ധമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറയും ചെയ്തു. ആകെ 5 എണ്ണുള്ളൂ. ഏതൊക്കെയാണ്? കലിമത്തു ഷഹാദ, അസ്സലവാത്തുൽ ഖംസ്, വസ്സകാത്ത്, അസ്സൗം, അൽ ഹജ്ജ്. കഴിഞ്ഞു. വലിയ സംഭവമൊന്നുമില്ല, യുദ്ധമൊന്നുമില്ല അതില് യുദ്ധമൊന്നുമില്ല, വേറൊന്നുമില്ല. ഈ 5 എണ്ണുള്ളൂ. ഈ 5 എണ്ണം കൊണ്ടല്ലാതെ എന്റെ അടിമക്ക് എന്നോടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധ്യമേയല്ല. ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറയാണ്, പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു രസം ആരംഭിക്കും. എന്താണ് ആ രസം? വമാ യസാലു അബ്ദി, ഈ ബന്ധത്തിലായി കഴിഞ്ഞാൽ ഫർളുകളിലൂടെ, ഫർള് നമസ്കാരം, ഫർള് നോമ്പ്, ഫർളായ സക്കാത്ത്, ഫർളായ ഹജ്ജ്, ഷഹാദത്ത് കലിമയുടെ നൈരന്തര്യം ജീവിതത്തിൽ ഇതിലൊരുത്തനായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവുമായുള്ള ബന്ധം എന്നതിന്റെ രസം അവന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ നിൽക്കില്ല എന്ന് അള്ളാഹുവിന് ഉറപ്പാ. അവൻ എന്ത് ചെയ്യും? വമാ യസാലു അബ്ദി, എന്റെ അടിമ ബന്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, പിന്നെ ഈ റവാത്തിബ് പോലെയുള്ള സുന്നത്തുകൾ മുഖേന അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ആരും പറഞ്ഞു കൊടുക്കണ്ട. ആ ഒരു തിരക്കും അവനെ ബാധിക്കൂല. പുറത്ത് എത്ര ആള് കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും ബഹർ കഴിഞ്ഞിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ടേ അവൻ വ്യാപൃതനാകും മറ്റൊന്നിലേക്ക്. കാരണം അവൻ ഈ രസം അറിഞ്ഞു കഴിഞ്ഞു. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. എങ്ങനെ ഇപ്പൊ അവൻ നമ്മളെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാൻ കഴിയുക? ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സംഅഹു, ഞാൻ അവന്റെ കേൾവിയാകും. അല്ലദീ യസ്മഉ ബിഹി, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെയും ഞാൻ കേൾക്കുന്നത് പോലെയാകും. വബസറഹു അല്ലദീ യബ്സറു ബിഹി, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അവന്റെ കാഴ്ച അത് ഞാനാവും, എന്റെ കാഴ്ചയാകും. ആ കാഴ്ച കൊണ്ടാണ് പിന്നെ അവൻ കാണുന്നത്. വയദഹു അല്ലദീ യബ്തിശു ബിഹാ, അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കാനും പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കൈ അത് ഞാനാകും. വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടന്നു പോകാൻ ഉപയോഗിക്കുന്ന കാലും ഞാനാകും. ആലോചിച്ചു നോക്കിയ ഈ ഫർളും അതിന്റെ അപ്പുറവും ഇപ്പുറവും നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്തുകളും
അതിന്റെ ഏറ്റവും രസകരമായ അവസ്ഥയാണ് ഈ നമസ്കാരം, ഫർള് നമസ്കാരവും അതിന്റെ റവാത്തിബും. ഞാനിവിടെ ഖുത്ബയുടെ ആരംഭത്തിൽ ഓതി വെച്ച ആ ആയത്ത് സൂറത്തുൽ ബഖറ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, എന്റെ ഓർമ്മയിലായിരിക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളുടെ ഓർമ്മയിലാണല്ലോ. വഷ്കുറൂനി, എന്നോട് നന്ദി മാത്രം കാണിക്കുക, വലാ തക്ഫുറൂൻ, എന്നോട് ഒരു നന്ദികളും നിങ്ങൾ കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനുകളെ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ എന്റെ സഹായം ആഗ്രഹിക്കേണ്ടത് സ്വബറും സ്വലാത്തും മുഖേനയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാൾ മറ്റെന്തൊക്കെയാണ് നിങ്ങളെ അടിമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫർള് നമസ്കാരങ്ങളോടനുബന്ധമായ റവാത്തിബുകൾ അനുഷ്ഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും എന്തൊക്കെയാണ് ആ റവാത്തിബുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നാം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അവിടെ നാം തിരിച്ചറിയുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാൾ, അള്ളാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കുന്നതിനേക്കാൾ ഈ കാര്യം എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു എന്ന്. സുബ്ർ, അവിടെ നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്കുണ്ടാവേണ്ടത് സുബ്റാണ്. ആ സുബ്റിന്റെ അഭാവത്തിൽ നിങ്ങൾക്ക് ഈ നമസ്കാരത്തെ മുറുകെ പിടിക്കാനേ കഴിയില്ല. ഈ ഒരു വഴിയിലൂടെയല്ലാതെ നിങ്ങൾക്ക് എന്റെ സഹായം ആഗ്രഹിക്കാനും കഴിയില്ല. തൊട്ടുടനെ അല്ലാഹു പറയാ, വലാ തഖൂലു, നിങ്ങൾ പറയരുത് ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ വഴിയിൽ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് അബ്ബാസ് അവർ മരിച്ചുപോയി എന്ന് പറയരുത്. എന്തത് പെട്ടെന്നൊരു വർത്താനം? നമ്മൾ എന്താ ധരിച്ചത്? ഗസക്കാര് ഒക്ടോബർ 7 മുതൽ അങ്ങോട്ട് തീരുമാനിച്ചതെന്നാ കൊല്ലപ്പെടാൻ? നമ്മുടെയൊക്കെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ ഗസയിൽ നിന്നുള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോ. എവിടെയാണ് മാരകമായ ഈ ബോംബ് വർഷത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന വിമാനങ്ങൾ ആ മണ്ണിന്റെ അന്തരീക്ഷത്തിൽ പാറിപ്പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെ തന്റെ കളിപ്പാട്ടവുമായി സമാധാനപരമായി കളിച്ച് തന്റെ ഇരുചക്രവാഹനം സൈക്കിളുമായി റൗണ്ട് ചെയ്യാൻ കൗമാരക്കാരായ മക്കൾക്ക് ആർജവം കിട്ടിയത് ഒരു സുപ്രഭാതത്തിലാണെന്ന് നിങ്ങൾ ധരിച്ചോ? അല്ല, അവർ ഈ നമസ്കാരത്തിന്റെ നൈരന്തര്യത്തിലൂടെ ഈ ഫർള് നമസ്കാരവും അതിന്റെ റവാത്തിബും അതിന്റെ മഹത്വവും അത് മുഖേന റബ്ബുമായി ആയിത്തീരാനുള്ള ബന്ധത്തിന്റെ മഹത്വവും അത് മുഖേന റബ്ബ് നമ്മളോടായിത്തീരുന്നതിന്റെ സ്വപ്നവും പേറി ജീവിച്ച് 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 തലമുറകളെ അങ്ങനെ വളർത്തിയെടുത്ത് അവര് കൊല്ലപ്പെടാൻ പാകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ബദർ യുദ്ധം നടക്കുന്ന റമദാനിന്റെ തൊട്ട് മുമ്പാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. അവര് ശീലിച്ചു വന്ന ശീലത്തിലേക്ക് ആ സഹാബത്തിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് അറിയാമല്ലോ ബദറിലേക്ക് ഒരുക്കപ്പെടേണ്ടവരാണെന്ന്. എന്താണ് പാഥേയം? എന്താണ് പാഥേയം? ജീവിതത്തിന്റെ എല്ലാ താല്പര്യങ്ങളെയും ഒരു 3 മിനിറ്റിന് വേണ്ടി അല്ലെങ്കിൽ 1.5 മിനിറ്റിന് വേണ്ടി മാറ്റിവെക്കാൻ സന്നദ്ധമല്ലാത്ത നമ്മളാണോ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടാൻ ഭാഗ്യം ലഭിക്കുമെന്ന് കൊതിക്കുന്നത്? ഒരിക്കലുമല്ല. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ച് മരിച്ചു വീഴണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുള്ള ഉദവി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ബിസ്സബ്രി വസ്സലാത്ത്, അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിങ്ങൾ സ്ഥൈര്യവും സ്ഥിരതയും നൈരന്തര്യവുമായി നമസ്കാരത്തിലൂടെ വരിക. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക എന്നത് കേവലമായ മരണമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. മരിക്കാൻ നമുക്ക് എപ്പോഴും തയ്യാറാവാല്ലേ? 2 ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞാൽ മതി, 2 ലക്ഷം കൊല്ലട്ടാന്ന്, നമ്മൾ മരിക്കാൻ തയ്യാറായി. അത്തരം കേവലമായ മരണങ്ങളാണ് അള്ളാഹുവിന്റെ വഴിയിലുള്ള കൊല്ലപ്പെടലുകൾ എന്ന് നിങ്ങൾ ധരിക്കരുത്.
ബൽ അഹ്യാ, അവർക്ക് മരണമില്ലാതെയാവുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കാരണം എന്താ? അവർ മരണമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അൽ ഹയ്യുൽ ഖയ്യൂമായവന്റെ ആത്മമിത്രങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് മരണം? മരണമെന്ന വാക്കേ അവരുമായി നിങ്ങൾ ബന്ധപ്പെടുത്താതിരിക്കുക. അവരൊരു യാത്ര പോവുകയാണ്, അവരൊരു യാത്ര പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോക്കിനെ ഏറ്റവും സുന്ദരമായി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. ഇലർ റഫീഖിൽ അഅ്ലാ, ഏറ്റവും ഉന്നതനായ, ഏറ്റവും മഹനീയനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് ഞാൻ ഇതാ പോകുന്നു എന്ന്. എത്ര സുന്ദരമാണത്! അതുകൊണ്ട് ഗസ നമുക്കൊരു പാഠമാണ്. ഗസയിലെ മക്കൾ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും അതുപോലെ നാം ഇപ്പോൾ വലിയ മഹത്വമായി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ വലിയ വലിയ സംഗതികൾ എന്ന് കരുതുന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു പിഞ്ചുമോൾ ഒരു പത്രക്കാരനോട് പറയുകയാണ്, ഇതെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട് എന്തൊരു സൗഭാഗ്യമാണ്. ഞങ്ങൾക്ക് സ്കൂളില്ല, ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല, ഞങ്ങൾക്ക് പോകാൻ വീടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ കലാം ചൊല്ലിപ്പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ കലാമിന്റെ രസത്തിലാണ്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ ഇങ്ങനെ സജ്ജമാക്കപ്പെട്ടത്? ഈ ഫർളിന്റെയും അതിനോടനുബന്ധമായ ഐച്ഛികമായ നമ്മുടെ തീരുമാനങ്ങളുടെയും വഴിയിലൂടെയല്ലാതെ അതിൽ നിന്ന് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോടുള്ള ഹുബ്ബിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ ഹുബ്ബിലേക്ക് കയറി നിൽക്കാൻ നാം സന്നദ്ധമാകാതെ ഈ സുന്ദരമായ അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് നാം കൊതിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നും തന്നെ നമ്മെ ഭയപ്പെടുത്തുന്നതല്ല. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിനെ, അതിന്റെ ആത്മാഭിമാനത്തെ, അതിന്റെ ഇസ്സത്തിനെ, അതിന്റെ സജീവതയെ അടിച്ചൊതുക്കാൻ അള്ളാഹു ഒരു ശക്തിയെയും ഈ ദുനിയാവില് അനുവദിച്ചിട്ടില്ല. അള്ളാഹു കാത്തിരിക്കുന്നത് അവന്റെ വലിയാവാൻ തയ്യാറുള്ളവരെ മാത്രമാണ്. ഈ റമളാൻ നമുക്കതിനുള്ള പ്രചോദനമായി തീരേണ്ടതുണ്ട്. ഈ പെരുന്നാൾ ആ നിയ്യത്ത് പുതുക്കാനുള്ള സന്ദർഭമാകേണ്ടതുണ്ട്. ഗസയിലും പരിസര പ്രദേശങ്ങളിലും ഖുദ്സിലും സംഭവിച്ച എല്ലാ രക്തസാക്ഷിത്വങ്ങളും നമുക്കതിന് പ്രചോദനമാകേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളൊരുങ്ങിയുള്ള പ്രാർത്ഥനകളിൽ ആ രക്തസാക്ഷ്യങ്ങളുടെ സ്വീകാര്യത അനിവാര്യമായ ഒരു ആവശ്യമായി നാം അള്ളാഹുവിനോട് ഉയർത്തി ആ ഷഹാദത്തുകളെ അള്ളാഹു കബൂലാക്കാൻ നാം പ്രാർത്ഥന കൊണ്ട് പങ്കാളികളാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പാകപ്പിഴവുകളെയും അറിവില്ലായ്മകളെയും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കിടയിൽ ഇന്നേ ദിവസം അള്ളാഹുവിന്റെ വെളിക്കുത്തരം നൽകി ജീവിതം ഈ ദുനിയാവിൽ അവസാനിപ്പിച്ച് തിരിച്ചു പോയ ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തെ കബൂലാക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അമലുകളുടെ മഹത്വം കൊണ്ടല്ല അള്ളാഹുവിന്റെ അഫ്വ് ലഭിക്കുന്നത് എന്ന് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, റബ്ബേ നീ മാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, ആ ഒരു കാരണം കൊണ്ട് മാത്രം എന്റെ അമലൊന്നും നോക്കണ്ട, ഞാൻ നിന്നോട് കാണിക്കുന്ന ബന്ധമൊന്നും നീ നോക്കണ്ട. നിനക്ക് അഫ്വ് ഇഷ്ടമാണല്ലോ, നീ അഫ്വ് ചെയ്യുന്നവനാണല്ലോ, ആ ഒറ്റ കാരണത്താൽ എനിക്ക് അഫ്വ് ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ അമലുകളുടെ അഹങ്കാരത്തിലല്ല നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയിലാണ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കണേ. ഈ ദുനിയാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ ആരോഗ്യപരമോ ആയ വിഷമതകൾ കാരണമായി നിന്നോട് നന്ദിയില്ലാത്ത ഒരു വാചകം, ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ കൊണ്ടുവരല്ല തമ്പുരാനെ. ആ വിഷമാവസ്ഥകളെയെല്ലാം
നിന്നിൽ നിന്നുള്ള തൃപ്തിയായി മനസ്സിലാക്കുവാനും അതിനെ ആസ്വദിക്കുവാനും നീ ഞങ്ങൾക്ക് ഉദവി നൽകണേ തമ്പുരാനെ. എങ്കിലും ഞങ്ങൾ അതൊന്നും സഹിക്കാൻ ശേഷിയുള്ളവരല്ല അല്ലാഹ്. ആ പരീക്ഷണങ്ങളൊക്കെയും ഞങ്ങളിൽ നിന്ന് നീ വിടുതൽ നൽകി ഞങ്ങളുടെ ജീവിതത്തെ നീ സുന്ദരമാക്കണേ അല്ലാഹ്. ഈ ദുനിയാവിലും നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം, നാളെ പരലോകത്തും നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا تقبل منا حسناتنا وتجاوز عنا سيئاتنا وتوفنا مسلمين وألحقنا بالصالحين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفرة والكافرين وأذل النفاق والمنافقين. اللهم أعزنا بالإسلام، اللهم أعزنا بالإسلام، اللهم أعزنا بالإسلام. اللهم رب ارحمهم كما ربونا صغارا. وآخر دعوانا أن الحمد لله رب العالمين.